സംരംഭം പൂർത്തീകരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പലരും ഒരു മനസ്സോടുകൂടെ എല്ലാവരുടെയും മനസ്സ് നിന്ന് വിട പറഞ്ഞുപോയ നമ്മുടെ നാട്ടിൽ ഒരുപാട് കാലം ജോലി ചെയ്ത അൻവർ നൗഫൽ 36 വയസ്സ്. അദ്ദേഹത്തിന്റെ കുടുംബം വെച്ച പാവങ്ങളാണ്, സാധുക്കളാണ്. വളരെ ചെറിയ ഒരു വീടും ജീവിക്കാൻ വലിയ പ്രയാസം അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. പക്ഷെ ജീവിതകാലത്ത് നമ്മുടെ ആരുടെയും മുമ്പിൽ അദ്ദേഹം വന്ന് കൈ നീട്ടിയിട്ടില്ല. മാന്യത, ജോലി ചെയ്ത് കുടുംബം പോറ്റാൻ കഴിയുമെന്നുള്ള ഉറപ്പും അങ്ങനെ ഒരു ധൈര്യവും അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെയാണ് പ്രകാരം നമ്മുടെ മുമ്പിലേക്കൊന്നും വന്ന് കൈ നീട്ടാതെ പോയത്. പക്ഷെ ഇന്ന് അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞപ്പോൾ പൂർണ്ണമായും അനാഥരായി അവരുടെ പിഞ്ചു പെയ്ത മക്കൾ, അവരെ നമ്മൾ സഹായിക്കാൻ നമ്മുടെ നിർബന്ധ ബാധ്യതയാണ്. അവർ നമ്മുടെ മുമ്പിൽ കൈ നീട്ടിയാലും നീട്ടിയിട്ടില്ലെങ്കിലും അവരെ നമ്മൾ സഹായിക്കേണ്ട നമ്മുടെ ബാധ്യതയാണ്. മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കാതെ, നമുക്കുണ്ടല്ലോ മക്കൾ, നമുക്കുണ്ടല്ലോ ഭാര്യ, നമ്മുടെ മക്കൾ നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ അയൽവാസി പട്ടിണി കിടക്കുന്ന സമയത്ത് നീ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ പട്ടിണി കിടക്കുന്നവൻ, വേദനിക്കുന്നവൻ, കഷ്ടപ്പെടുന്നവൻ, പ്രയാസപ്പെടുന്നവൻ ഒരു ഭാഗത്ത് നിൽക്കുന്നു എന്നറിയുമ്പോൾ ഇപ്പുറത്ത് നിന്ന് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാന്നാണ് നല്ല സുഖത്തിൽ, വളരെ ഹാപ്പിയിൽ, ദൂർത്തടിച്ച് ആഘോഷത്തോടുകൂടെ ജീവിക്കുന്ന ആള് വിവാന്റെ കന്നഡ ഭാഷയിൽ എന്നിൽപ്പെട്ടവനല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ആളുകളെ തൊട്ടൊക്കെ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ബഹുമാനിക്കാനും പാപങ്ങളിരുന്നോ അവന്റെ അടുത്ത് നീ പോയിരുന്നുവെങ്കിൽ, അവനൊന്ന് നീ സഹായിച്ചിരുന്നുവെങ്കിൽ അവന്റെ അരികിൽ നിനക്ക് എന്നെ എത്തിക്കാമായിരുന്നു എന്ന് റബ്ബ് മറുപടി